മലപ്പുറത്ത് ദേശീയപാത നിർമ്മാണത്തിന് കരാറെടുത്ത KNRCL കമ്പനിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം മലപ്പുറം കൂരിയാട് തകർന്ന റോഡിൽ NHAI പ്രവർത്തകർ എത്തി പരിശോധന നടത്തും. റോഡ് തകർന്നതിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, നമസ്കാരം. ഹൈക്കോടതി ഇപ്പോഴത്തെ ഒടുവിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? എവിടെയൊക്കെയാണ് വീണ്ടും വിള്ളൽ കണ്ടിട്ടുള്ളത്? പ്രതിഷേധം എങ്ങനെയായിരുന്നു? മോത്തി, മലപ്പുറം കൂരിയാട് തുടങ്ങി അതായത് വിവിധ റീച്ചുകൾ പണി പൂർത്തിയാക്കിയ KNRCL കരാർ കമ്പനിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇന്ന് വലിയ പ്രതിഷേധം നടത്തിയത്. അബിൻ വർക്കിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ആരംഭിച്ച ഉടനെ തന്നെ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാവുകയും സംഘർഷമുണ്ടാവുകയും 12ഓളം പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലുമാണുള്ളത്. DCC പ്രസിഡന്റ് VS ജോയ് അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട്. അതായത് നേരത്തെ തലപ്പാറയിൽ ഇന്നലെ പുതിയ വിള്ളൽ കണ്ടെത്തിയിരുന്നു. കൂരിയാടാണെങ്കിൽ സർവീസ് റോഡടക്കം ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണുള്ളത്. അതുമാത്രമല്ല, ഈ കൂരിയാട്ടിൽ നിന്ന് 5 കിലോമീറ്റർ മാറിക്കൊണ്ട് മമ്മാലിപ്പടിയിൽ ഇന്ന് പുതിയൊരു വിള്ളലും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് റോഡിന്റെ നടുവിലൊന്നാക്കി ഒരിടത്ത് പോലും ബ്രേക്കില്ലാതെ മുഴുവനായിട്ട് വിണ്ടുകീറിയ അവസ്ഥയാണ് മമ്മാലിപ്പടിയിലും ഉള്ളത്. ഇന്ന് പ്രധാനമായിട്ടും NHAI നിയോഗിച്ച പ്രധാനപ്പെട്ട ഒരു 3-അംഗ സംഘം ഇങ്ങോട്ടേക്ക് പരിശോധനയ്ക്കായി എത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ സംഘം ഇതുവരെ പരിശോധനയ്ക്കായി എത്തിയിട്ടുമില്ല. അധികൃതരെല്ലാം ഈ പരിശോധനയ്ക്കായി വരുന്ന സംഘത്തെ കാത്ത് ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. നാട്ടുകാരും അവരുടെ ആശങ്കയും പ്രതിഷേധവും അറിയിച്ച് ഇവിടെ നിൽക്കുന്നുമുണ്ട്. അതേസമയം ഹൈക്കോടതി ഈ കൂരിയാട്ട് വിഷയത്തിൽ കൂരിയാട്ട് റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുമുണ്ട്. ദേശീയപാത അതോറിറ്റിയോടാണ് ഈ റിപ്പോർട്ട് തേടിയിരിക്കുന്നതും ഉടനെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും NHAI ഇതിലിപ്പോൾ ഇവിടെ വന്ന് പരിശോധന നടത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുമുള്ളത്.